മൈ ഗോഡ്, ഇതെന്താണ്? ഓൾട്ടിസ്. ഇവർ XP95 എന്ന് പറഞ്ഞ് ചുമ്മാ ബോർഡ് വെച്ച് മനുഷ്യനെ പറ്റിക്കുന്ന പരിപാടിയാണോ? എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് പോയി ഉരുണ്ട് വീഴുന്നത് പോരായിട്ട് മറ്റുള്ളവരെ കൂടെ ഉരുണ്ട് വീഴിക്കാൻ നിൽക്കുന്ന കുറച്ച് ആൾക്കാരാണത്. ഓ മൈ ഗോഡ്, ഇതെന്താണ് പറ്റിയത്? സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ടെക് ഇഡിയോത്തിസ്. സോ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഇന്ന് മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മുടെ ഡ്യൂക്ക് 200ൻ്റെ. സോ വണ്ടി ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. മാക്സിമം വേണ്ട നമ്മുടെ ഫ്യൂവൽ ഇത്രയും നമുക്ക് ഊറ്റാൻ പറ്റുന്ന ഊറ്റി. ഇനി കുറച്ച് ഇതിൻ്റെ അകത്തുണ്ട്. ഫസ്റ്റ് നമുക്കിത് ടാങ്ക് കാലിയാക്കാൻ വേണ്ടിയിട്ട് എത്ര കിലോമീറ്റർ ഓടുമോ അത്രയും കിലോമീറ്റർ ഓടിച്ച് ചേർക്കണം. സോ വണ്ടി നിങ്ങൾക്കറിയാം 2023 മോഡല് ഡ്യൂക്ക് 200 BS6 E20 ബാറ്ററിങ് ഉള്ളതാണ്. ആൻഡ് ഇതാണ് നമ്മുടെ ഒരു സെറ്റപ്പ്. ഞാൻ ആക്ച്വലി വണ്ടി ഇവിടെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചേക്കുവാണ്. സോ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ നിലവിൽ റിവ്യൂ വീഡിയോ ചെയ്തായിരുന്നു. അപ്പം നിലവിൽ ആൾക്കാർ പലരും പറഞ്ഞു ഒന്നുകൂടെ മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ആൻഡ് നമ്മുടെ ചെയിൻ പേസ്റ്റ് ചെയ്തിട്ട് ചെയിൻ പേസ്റ്റ് അവിടെ തന്നെ ഉണ്ട്. കുറച്ചായിട്ട് ചെളിയും പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ആൻഡ് ഇതിൻ്റെ ആഫ്റ്റർ യൂസിൻ്റെ ഒരു ഷോർട്സും കൂടെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് മോട്ടീവുകളുടെ ചെയിൻ പേസ്റ്റ് ഈ ഒരു സാധനം എങ്ങനെ നമ്മുടെ ചെയിനിൽ അപ്ലൈ ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം, അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യുക. ആൻഡ് റിവ്യൂ വീഡിയോ ഇതുവരെ ആരും കണ്ടിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അതും പോയി ചെക്കൗട്ട് ചെയ്യുക. എൻ്റെ ചാനലിലുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ ലിങ്ക് കൊടുത്തേക്കാം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും. സോ നമുക്ക് നേരെ വണ്ടിയായിട്ട് വിടാം. എന്നിട്ട് നേരെ നമ്മുടെ മൈലേജ് ടെസ്റ്റിൻ്റെ പരിപാടി ഇന്ന് നോക്കാം. കാരണം എനിക്കും അറിയണം, നിങ്ങൾക്കും അറിയണം, എൻ്റെ ചാനൽ കാണുന്ന പലർക്കും അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂക്ക് 200ന് എത്ര മൈലേജ് കിട്ടുമെന്ന് അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. സോ നമുക്ക് നേരെ മൈലേജ് ടെസ്റ്റിലോട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. അതായത് ഇത് ആരും അനുകരിക്കാനോ കാര്യങ്ങളോ ശ്രമിക്കരുത്. ബിക്കോസ് ഒരുപാട് ഫ്യൂവൽ കുറഞ്ഞ് വണ്ടി ഓടിക്കുന്ന അത്ര നല്ല കാര്യമല്ല. അത് നിലവിൽ നമ്മുടെ ഫ്യൂവൽ പമ്പിനും കാര്യങ്ങൾക്കൊക്കെ ഇഷ്യൂ വരാൻ സാധ്യതയാവും. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നയറ പമ്പിൽ നിന്നല്ല. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന എൻ്റെ ചാനലിൽ നേരത്തെ മുതൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ കൂടുതലും നയറയുടെ പമ്പാണ് പെട്രോൾ അടിക്കാനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. ബട്ട് ഇന്ന് നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിലവിൽ ഇന്ന് ഇന്ത്യൻ ഓയിലിൻ്റെ XP95 പെട്രോൾ ഒഴിച്ചാണ് ഇതിൻ്റെ മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇത്രയും പ്രീമിയം പെട്രോളിൽ ഇതിന് എത്ര മൈലേജ് കിട്ടും, അല്ലെങ്കിൽ മൈലേജിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടാവുമോ കാര്യങ്ങളുണ്ടാവുമോ എന്ന് അറിയണ്ടേ. അപ്പോൾ ഡെഫിനറ്റ്ലി ഇന്ന് അതാണ് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. രാവിലെ തന്നെ പോലീസുകാരാണല്ലോ ക്യാമറയിലോട്ട് തന്നെ നോക്കുന്നു. പക്ഷെ നമ്മളങ്ങനെ ഓവർ സ്പീഡും കാര്യങ്ങളൊന്നുമില്ല, നമ്മളൊരു മര്യാദ രീതിയിൽ. സോ ഞാനിപ്പോൾ റെഗുലറായിട്ട് ഒരു മര്യാദ രീതിയിൽ തന്നെ ഓടിച്ച് എത്ര മൈലേജ് കിട്ടുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഒരുപാട് അങ്ങനെ ഹൈപ്പർ റൈഡിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ നോർമൽ ഒരു രീതിയിൽ എത്ര കിട്ടും എന്നുള്ളതാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അല്ലാതെ ഒരുപാട് ഹൈപ്പർ റൈഡിങ്ങിലും കാര്യങ്ങളിലും ഒന്നുമില്ല. സോ ഫ്യൂവൽ ഞാൻ കുറച്ച് ദിവസമായിട്ട് മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അടിച്ചില്ലായിരുന്നു. ആൻഡ് ഇന്നിപ്പോൾ ബാലൻസ് ഏകദേശം 2 ലിറ്റർ ഫ്യൂവൽ ഞാൻ ഊറ്റി. ബട്ട് എത്ര ഫ്യൂവൽ ബാക്കിയുണ്ടെന്നുള്ള കാര്യം എനിക്കും അറിയില്ല. എന്തായാലും അത് ചെക്ക് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം. ഐ തിങ്ക് എന്തായാലും ഫ്യൂവൽ കുറച്ച് കാണാൻ സാധ്യതയുണ്ട്. ഒരു അര ലിറ്റർ 3/4 ലിറ്റർ എന്തായാലും കാണാൻ സാധ്യതയുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിതിൻ്റെ ഫ്യൂവൽ അങ്ങ് തീർന്നതിന് ശേഷം നമ്മുടെ മൈലേജ് ടെസ്റ്റ് തുടങ്ങാം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു നമ്മുടെ മോട്ടീവുകളുടെ ചെയിൻ പേസ്റ്റ് യൂസ് ചെയ്യുന്നതിനെക്കുറിച്ച്. സോ ആ ഒരു വീഡിയോ ഇറക്കിയതിന് ശേഷം ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു, താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഒരു ആഫ്റ്റർ യൂസ് വീഡിയോ ഇറക്കണമെന്ന് പറഞ്ഞിരുന്നു. സോ ഞാൻ ആഫ്റ്റർ യൂസിന് അങ്ങനെ ഒരുപാട് വലിയ ഇത് കണ്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഷോർട്സ് ആയിട്ടാണ് ഇട്ടത്, ഒരു 2.5 മിനിറ്റ്സ് അങ്ങനെ. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഈ മോട്ടീവുകളുടെ ചെയിൻ പേസ്റ്റ് യൂസ് ചെയ്തതിന് ശേഷം ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ ഒന്നുകൂടെ സ്മൂത്ത് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ റൈഡ് ക്വാളിറ്റിയിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ കുറച്ചുകൂടെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. കാരണം നമ്മുടെ ചെയിൻ ലൂബിനേക്കാളും ചെയിൻ പേസ്റ്റ് യൂസ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടെ ഗിയർ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് പറയാം. കുറച്ചുകൂടി ഈസി ആയി, ഇമ്പ്രൂവ് ആയി, കാര്യങ്ങളായെന്ന് വേണേൽ പറയാം. അതുപോലെ തന്നെ വണ്ടി ഓവറോള് കുറേ ഡേർട്ട് പാർട്ടിക്കിൾസ് വരുന്നതൊക്കെ റിമൂവ് ആയി കിട്ടി. സോ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കൊരു വീഡിയോ വേണം, കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയും. ഓ മൈ ഗോഡ്, ഇതെന്താണ്? ഓൾട്ടിസ്, ടൊയോട്ട ഓൾട്ടിസ്. വാട്ട്? രാത്രി ഉറങ്ങിയാലും കയറിയതാണോ? സോ ഈ വഴിയിലുണ്ടല്ലോ എന്നും ആക്സിഡൻ്റ് ആട്ടോ. അപ്പോൾ വന്ന് എല്ലാ ദിവസവും ആക്സിഡൻ്റ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ട് തിരിഞ്ഞാൽ ആക്സിഡൻ്റ് അല്ലാതെ വേറെ ഒന്നുമില്ല. സോ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. ഞാൻ ആക്ച്വലി ഇങ്ങനെ പോവാണ്, എന്നെ ഒരാൾ ഓവർടേക്ക്, ഞാൻ സ്കൂട്ടറിലായിരുന്നു, നമ്മുടെ എൻഡോർക്കലായിരുന്നു. സോ ഇങ്ങനെ ഒരാൾ ഓവർടേക്ക് ചെയ്ത് പോയി. ഇത് ഈ ഒരു വളവ്, എക്സാക്റ്റ് ഈ വളവ് തന്നെ.
സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വളം അങ്ങ് വീശിയെടുത്തത് ആ കാണുന്ന വീട് കണ്ടോ നിങ്ങൾ? ഇതിൻ്റെ അകത്തേക്ക് കയറിപ്പോയി. ഇത് കണ്ടോ പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുന്നത്, ഇതിൻ്റെ അകത്തോട്ട് കയറിപ്പോയി വണ്ടി. ഓഹോ, നമ്മുടെ പെട്രോൾ ഏകദേശം തീരാറായിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഈ ഡ്യൂക്കിൽ പെട്രോൾ തീരാറാകുമ്പോൾ ഇതുണ്ട്, ഇതുപോലൊരു വാർണിംഗ് ലൈറ്റ് ഇവിടെ കാണിക്കും. പൊടിയാണല്ലോ രാവിലെ തന്നെ. വാർണിംഗ് ലൈറ്റ് കാണിക്കും. അപ്പോൾ ഞാൻ അവിടുന്ന് ടേണിങ് എടുത്തപ്പോഴത്തേക്കും ചെറുതായിട്ട് വാർണിംഗ് ലൈറ്റ് കാണിച്ചു. സോ ഐ തിങ്ക് ഞാൻ ഉദ്ദേശിക്കുന്ന പെട്രോൾ പമ്പ് വരെ എത്തോ ഇല്ലയോ എന്ന് എനിക്കൊരു ചെറിയൊരു കൺഫ്യൂഷൻ. ബട്ട് എനിഹൗ നമുക്ക് നോക്കാം. ഞാനൊരു എപ്പോഴും പോകുന്നൊരു സ്പീഡെന്ന് പറഞ്ഞാൽ ഒരു 70-80 സാധാരണ ഈ വഴി കൂടെയൊക്കെ പോകുന്നത്. അപ്പോൾ ആ ഒരു സ്പീഡിൽ തന്നെ കോൺസ്റ്റൻ്റായിട്ട് പോകാനാണ് ഞാൻ ശ്രമിക്കുന്നതും. ഇതിപ്പോൾ എനിക്ക് തോന്നുന്ന പെട്രോൾ പമ്പ് വരെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം. പെട്രോൾ പമ്പ് വരെ എത്താനുള്ള സാധ്യത വളരെ വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് അഡീഷണലി എൻ്റെ കയ്യിൽ ഒരു 2 ലിറ്റർ ഫ്യൂവൽ ഉണ്ട്. പക്ഷെ ഞാൻ അതിൽ നിന്ന് ഇപ്പം നിലവിൽ ഒഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്ങനെയെങ്കിലും പമ്പ് വരെ എത്തിക്കാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് നല്ല രീതിയിലുണ്ട്. കാരണം പെട്രോൾ അതുപോലെ കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ ആലോചിക്കുന്നുണ്ട്, ആ പമ്പ് എത്തുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി അങ്ങ് തീരുവാണെങ്കിൽ സൗകര്യമായി. കാരണം അവിടെ നിന്ന് നേരെ 6 ലിറ്റർ അങ്ങ് ഒഴിക്കാറുണ്ട്, വേറെ കുപ്പിയുടെ കാര്യങ്ങളുടെ ആവശ്യമില്ല. അതുപോലെ തന്നെ എഗൈൻ ഞാൻ പറയുന്നു, ഞാനിപ്പോൾ ആക്ച്വലി ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ ഓയിൽ പമ്പിലെ ഏറ്റവും വില കൂടിയ പെട്രോൾ ഒഴിച്ചാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അത് നമുക്കിവിടെ അവൈലബിൾ XP95 ആണ്. അപ്പോൾ XP95 വെച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടും എന്നുള്ളത്. സോ മേ ബി ഈ ഒരു വീഡിയോ ലോങ് ആവാനും ചാൻസ് ഉണ്ട്, ഷോർട്ട് ആവാനും ഉണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. കാരണം ഞാൻ എൻ്റെ വീഡിയോ ലോങ് ആവുന്നത് ബേസിക്കലി ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ കൂടുതൽ കട്ട് ചെയ്ത് കളയാറില്ല. ഞാൻ എന്താണോ അവിടെ പറയാൻ ആഗ്രഹിച്ചത് അത് ഞാൻ കംപ്ലീറ്റ്ലി നിങ്ങളടുത്ത് പറയാറുണ്ട്. അതുകൊണ്ടാണ് എല്ലാ വീഡിയോസും എൻ്റെ ലോങ് ആവുന്നത്. പിന്നെ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോസാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയുക. ചേച്ചി മറ്റേ XP95 ഒരു ഇന്ത്യൻ ഓയിൽ പമ്പിൽ കയറി XP95 നമ്മൾ മേടിച്ചു. പക്ഷേ എനിക്ക് പെട്രോൾ കണ്ടിട്ട് എന്നാ തോന്നുന്നറിയോ, ഏതാണ്ട് നമ്മുടെ സാധാ പെട്രോൾ പോലെ തോന്നുന്നു XP95 കണ്ടിട്ട്. അതിൻ്റെ അകത്ത് എന്ത് പെർഫോമൻസ് വ്യത്യാസമാണ് ഇവർ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ നിങ്ങളത് ഒഴിക്കുമ്പോൾ കാണിച്ചു തരാമോ, പെട്രോൾ തീർന്നു എന്നെനിക്ക് തോന്നുന്നു. ഏതെങ്കിലും ഒരു തണൽ കിട്ടണമെങ്കിൽ തണൽ ഇല്ല, കംപ്ലീറ്റ്ലി തീർന്നു. ഷിറ്റ്, ഒരു സെക്കൻഡ് നോക്കട്ടെ. ഇല്ലല്ലോ, തീർന്നിട്ടില്ല, കുറച്ചുകൂടെ ഉണ്ട്. സോ പെട്രോൾ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 95 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു റെഡിഷ് കളറാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇതിപ്പോൾ നോർമൽ പെട്രോൾ തന്നെ പോലെ തന്നെ ഉണ്ട്. ജസ്റ്റ് പേര് മാത്രമാണെന്ന് തോന്നുന്നു XP95 എന്ന്. പെട്രോളിന് വലിയ വ്യത്യാസമോ കാര്യങ്ങളോ ഇല്ലെന്നാണ് എൻ്റെ ഒരു, ഇപ്പോൾ ഞാൻ കണ്ടതിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെയായിട്ടാണ് തോന്നുന്നത്. സോ കംപ്ലീറ്റ്ലി പെട്രോൾ തീർന്നെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇത് തീർന്നു പറഞ്ഞാൽ ഇത്രയും ഇത് വരുന്നില്ലല്ലോ. ആ കയറ്റം കയറുമ്പോഴെങ്ങാനും ആണ് തീരുന്നതെങ്കിൽ നല്ല പണിയും കിട്ടും. ഇവിടെ ഒരു കയറ്റമുണ്ട്. സോ ഞാനിപ്പോൾ കണ്ടതിൽ വെച്ചാട്ടോ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ അവിടെ നിയറസ്റ്റ് പമ്പിൽ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ 95 എന്ന് പറയുമ്പോഴത്തേക്കിപ്പം നമ്മളിപ്പോൾ റെഗുലർ പെട്രോളിൻ്റെ ഒരു കളർ വരത്തില്ലല്ലോ, വേറൊരു കളർ, ഒരു റെഡിഷ് കളറാണ് വരുന്നത്. എൻ്റെ അറിവ് ശരിയാണ്, എൻ്റെ ഓർമ്മ ശരിയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കറക്റ്റ് ചെയ്യുക. കാരണം എൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ റെഡിഷ് കളറാണ് വരേണ്ടത്. പക്ഷേ ഇതിൻ്റെ അകത്തിപ്പോൾ നിലവിൽ വന്നേക്കുന്നത് നമ്മുടെ നോർമൽ പെട്രോളിൻ്റെ അതേ കളർ, ഓറഞ്ച് കളറാണ് വന്നേക്കുന്നത്. സോ അതുകൊണ്ടാണ് എനിക്കൊരു ആകെ ഒരു കൺഫ്യൂഷൻ. ഇവർ XP95 എന്ന് പറഞ്ഞ് ചുമ്മാ ബോർഡ് വെച്ച് മനുഷ്യനെ പറ്റിക്കുന്ന പരിപാടിയാണോ? എന്തായാലും നിങ്ങളെ ഞാൻ ആ പെട്രോൾ കാണിച്ചു തരാം. എന്തായാലും നിലവിൽ നമ്മുടെ ഈ മൈലേജ് ടെസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആ പെട്രോൾ കാണിച്ചു തരാം. നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക, ശരിക്കും നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. ഇത് നിലവിൽ പെട്രോൾ തീർന്നാണോ? ഓക്കെ, കംപ്ലീറ്റ്ലി തീർന്നു. സോ നമുക്കിവിടെ എവിടെയെങ്കിലും ഒന്ന് ചായക്കാം. നിങ്ങൾക്ക് പെട്രോൾ കാണിച്ചു തരാം, വെയിറ്റ് ചെയ്യുക. സോ അപ്പോൾ എന്തായാലും ഫ്യൂൽ തീർന്നില്ലേ? സോ ഇത് കംപ്ലീറ്റ്ലി തീർക്കണം, എന്നാലേ നമുക്ക് മൈലേജ് ടെസ്റ്റ് മൈലേജ് ടെസ്റ്റ് അക്യുറേറ്റ്ലി ചെയ്യാനും പറ്റുള്ളൂ. അങ്ങനൊരു പ്രശ്നം കൂടെ ഉണ്ട്. സോ കംപ്ലീറ്റ്ലി ഇത്
ഇല്ല പിടിക്കുന്നില്ല. ഇല്ല ഐ തിങ്ക് കുറച്ചുകൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ഐ തിങ്ക് നോക്കാം. നമുക്ക് ഒന്നുകൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇല്ല, ഇനിയിപ്പം നിലവിൽ നമ്മൾ ഇല്ല. സോ കംപ്ലീറ്റ്ലി പെട്രോൾ തീർന്നു. സോ നമ്മളിപ്പം കംപ്ലീറ്റ്ലി തീർന്നു വേണമെങ്കിൽ പറയാം. ഇനിയിപ്പം നിലവിൽ നമ്മൾ 6 ലിറ്റർ ഫ്യൂലാട്ടോ മേടിച്ചത്. സോ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് നമുക്ക് പമ്പിൽ നിന്ന് കിട്ടിയ XP95 എന്നും പറഞ്ഞ അവന്മാർ തന്നത്. പക്ഷേ ഇതെനിക്ക് കണ്ടിട്ട് XP95 ആയിട്ടൊന്നും തോന്നുന്നില്ല. സാധാ ഡൂക്ലി പെട്രോൾ പോലെ ഉണ്ട്. സോ ഇതിനേക്കാളും ബെറ്ററായിരുന്നു ഇപ്പോൾ എൻ്റെ ബാഗിലിരിക്കുന്നത് നയറായിൽ നിന്ന് വരുന്നത്. സോ ഇത് കംപ്ലീറ്റ്ലി തീർന്നിട്ടുണ്ട്. നമ്മളിതങ്ങ് ഒഴിക്കാൻ വേണ്ടി പോകുന്നത്. 6 ലിറ്റർ പെട്രോൾ കറക്റ്റ് മേടിച്ചാൽ നമ്മളങ്ങ് ഒഴിക്കാൻ പോവാം. ഒരു തുള്ളി പോലും പോകരുത്. ഓക്കെ, സോ നിങ്ങൾ എന്തായാലും കമൻറ്റിൽ അഭിപ്രായം പറയാം. നിങ്ങൾക്ക് കണ്ടിട്ട് ഈ പെട്രോൾ XP95 ആയിട്ട് തോന്നുന്നുണ്ടോ എന്ന്. കാരണം എനിക്ക് കണ്ടിട്ട് ഇത് XP95 ആയിട്ട് തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്താണെന്നുള്ള അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാം. ഈ പെട്രോൾ കണ്ടിട്ട് നിങ്ങൾക്ക് XP95 ആയിട്ട് തോന്നുന്നുണ്ടോ, അതോ എൻ്റെ ഇൻഫർമേഷൻ റോങ് ആണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. അത്ര റെഡ് തോന്നിക്കുകയല്ല കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ. ഒരു സെക്കൻഡ്. സോ ഓക്കെ, കിൽ സ്വിച്ച് ഓണാണ്. 22,167. സോ നമ്മളിത് 0 ആക്കാൻ പോവാം. 0 ട്രിപ്പ് 1 നമ്മൾ 0 ആക്കി. ഒന്ന് ന്യൂട്രലാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ. ഒറ്റ സ്റ്റാർട്ടിൽ വണ്ടി എന്തായാലും സ്റ്റാർട്ടായിട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ മൈലേജ് ടെസ്റ്റ് ബിഗിൻ ചെയ്യുകയാണ്. സോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ മൈലേജ് ടെസ്റ്റ് ശരിക്കും അക്യുറേറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെയൊക്കെ അക്യുറേറ്റ് ആണ്. കാരണം അതുപോലെ പക്ഷേ വണ്ടിക്ക് മൈലേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം ഇതിൻ്റെ അകത്തൊരു 3 ലിറ്ററെങ്കിലും പെട്രോൾ കിടന്ന് അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്യൂലപ്പ് ചെയ്താലേ മൈലേജ് പ്രോപ്പറായിട്ട് കിട്ടുകയുള്ളൂ. ആൻഡ് എപ്പോഴും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ വണ്ടികളിൽ ഇതിപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗ്ഗം പെട്രോൾ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എത്രത്തോളം മൈലേജ് കിട്ടുമെന്ന് അറിയാനുള്ളൊരു മാർഗ്ഗം മാത്രമാണ്. പക്ഷേ മൈലേജ് നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ ലോങ് റൈഡിനും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് മൈലേജ് കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എപ്പോഴും മിനിമം ഒരു 3 to 5 ലിറ്റർ ഫ്യൂൽ എപ്പോഴും വണ്ടിക്കകത്ത് മിനിമം റിസർവ് ആയിട്ടിരിക്കണം. എന്നിട്ട് ഓടുമ്പോഴാണ് വണ്ടിക്ക് മൈലേജ് കൂടുതൽ കിട്ടുക. സോ ഐ ഡോണ്ട് നോ, ചെറിയൊരു ഇഷ്യൂ വരുന്നുണ്ട്. ഇവിടെ വേണ്ട നമ്മുടെ ചെക്ക് എൻജിൻ ലൈറ്റിൻ്റെ വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നുണ്ട്. സോ നമ്മളിപ്പോൾ ഫ്യൂവൽ ഒഴിച്ചിട്ട് ഏകദേശം 1.6 കിലോമീറ്റേഴ്സ് നമ്മൾ ഓടി. ഞാനിപ്പോൾ പോകുന്നൊരു സ്പീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60, 70, 80 അതിൻ്റെ മുകളിലോട്ട് ഞാൻ പോകുന്നില്ല. ആൻഡ് എനിക്കിവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്ന മൈലേജാണ് 49.8 കിലോമീറ്റർ മൈലേജാണ് എനിക്ക് കാണിക്കുന്നത്. സോ ഇത് അത്യാവശ്യം വളവും തിരിവും ഒക്കെ ഉള്ള റോഡാണ് അത്യാവശ്യം. പക്ഷേ എനിക്ക് കാണിക്കുന്ന മൈലേജ് ഡിസ്പ്ലേയിൽ നമ്മൾ നോക്കണ്ട, എന്തായാലും നമുക്ക് എത്ര കിട്ടും എന്നുള്ളത്. നമ്മൾ ഇന്നിപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന 6 ലിറ്റർ പെട്രോളിൽ എത്ര മൈലേജ് കിട്ടും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഒരുപാട് ഓവർ സ്പീഡിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ മിനിമം പോകുന്ന, അതായത് ഒരു സാധാരണ ആൾ പോകുന്ന ഒരു സ്പീഡിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഏകദേശം നമ്മുടെ ഒരു 3.3 കിലോമീറ്റേഴ്സ് നമ്മളിപ്പോൾ ഓടിക്കഴിഞ്ഞു വണ്ടി ഫ്യൂവൽ നമ്മൾ ഒഴിച്ചതിന് ശേഷം. ആൻഡ് വണ്ടി അങ്ങനെ എന്താ പറയുക ജെർക്കിങ് കാര്യമില്ല. പക്ഷേ ഒരു ചെറിയൊരു കാര്യമുണ്ട്, ഇവിടെ നമ്മുടെ എൻജിൻ മറ്റേ വാർണിംഗ് സ്വിച്ച് കാണിച്ചിട്ടുണ്ട്. ഐ ഡോണ്ട് നോ എന്താണ് അങ്ങനെ വരാനുള്ള കാരണം എന്ന് എനിക്കറിയില്ല. എന്തായാലും നിലവിലൊന്ന് നോക്കേണ്ടി വരും എന്താണെന്നുള്ളത്. ഇനിയിപ്പോൾ പെട്രോൾ ഒരുപാട് കുറവ് വരുമ്പോൾ അതിങ്ങനെ മിന്നും. ഇനിയിപ്പോൾ നിലവിൽ തീരെ കുറഞ്ഞു പോയിട്ട് അങ്ങനെ തെളിഞ്ഞ് കിടക്കുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. മേ ബി ഫ്യൂൽ ഓക്കെ ആകുമ്പോഴത്തേക്ക് സെറ്റാവും. ആൻഡ് ലുക്ക് അറ്റ് ദിസ്, ഇപ്പോൾ മൈലേജ് നമ്മൾ 53 ഡിസ്പ്ലേ കാണിക്കുന്നത്. സോ എന്തായാലും നിലവിൽ നമുക്കൊരു ഫൈനൽ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഡിസ്പ്ലേയിൽ കാണിക്കുന്ന മൈലേജ് നിങ്ങൾ നോക്കണ്ട, കാരണം ഡിസ്പ്ലേയിൽ നോക്കുന്ന വെച്ചിട്ട് നമുക്ക് എന്തായാലും നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള കിട്ടത്തില്ല. ഈ വളവിൽ
വളവ് തിരിയുന്നതിന് മുമ്പ് ഓവർടേക്ക് ചെയ്യാൻ പോവാം സൈഡില്ലേലും. സോ ഏകദേശം നമ്മൾ 4 കിലോമീറ്റർ ഓടി കേട്ടോ പെട്രോൾ ഒഴിച്ചിട്ട്. സോ കയറ്റവും ഇറക്കവും വളവും തിരിവും എല്ലാം ഉണ്ട്. അത്യാവശ്യം നമുക്കൊരു 70, 60, 70, 80 ആ ഒരു റേഞ്ചിൻ്റെ മുകളിലോട്ട് നമുക്ക് പോകണ്ട. അല്ലയാണ് നമുക്കൊരു 70 തന്നെ അങ്ങ് പിടിക്കാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ആകുമ്പോൾ ഏറ്റവും കൂടുതൽ നല്ല മൈലേജ് കിട്ടുന്ന ഒരു 60 to 70 ഇത്. സോ കേരളത്തിൽ വണ്ടി ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓട്ടോക്കാർ സിഗ്നൽ ഇടത്തില്ല. ഓട്ടോക്കാർ ചിലപ്പോൾ സിഗ്നൽ ഇടാൻ അപ്പം തന്നെ ഒരു വെട്ടീര് വെട്ടിക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കണ്ണാപ്പിമാരുണ്ട്. ഭയങ്കര ഓവർ സ്പീഡിൽ നടക്കുന്നതാണ് അവരുടെ വലിയ ആനക്കാര്യം, അല്ലെങ്കിൽ വീലി അടിക്കുന്നതാണ് വലിയ ആനക്കാര്യം, സ്റ്റോപ്പ് അടിക്കുന്നതാണ് വലിയ ആനക്കാര്യം എന്ന് പറയുന്ന കുറേ കണ്ണാപ്പിമാരുണ്ട്. അവർ കാരണം കുറേ ആക്സിഡൻറ്റ് ഉണ്ടാവും. പിന്നെയുള്ള കുറച്ച് ഓട്ടോക്കാരന്മാരാണ് പ്രത്യേകം എടുത്തു പറയേണ്ട ഓട്ടോക്കാർ. പക്ഷേ എല്ലാവരും അല്ല, ചില കണ്ണാപ്പികളായിട്ടുള്ള ഓട്ടോക്കാർ. എല്ലാവർക്കും കൂടെ പൊതുവായിട്ടൊരു പേര് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും എളുപ്പമുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞോ, അതായത് സിഗ്നൽ എന്ന് പറയുന്ന സാധനമേ ഇടത്തില്ല. സിഗ്നൽ എന്ന് പറയുന്ന സാധനമേ ഇടത്തില്ല. ചുമ്മാ വലത്തോടെടുക്കും ഇടത്തോടെടുക്കും, അങ്ങനെ കുറച്ച് പരിപാടികൾ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ കേരളത്തിൽ വണ്ടി ഓടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട രണ്ട് കണ്ണാപ്പിമാരാണ്. ഒന്ന് ഓട്ടോയും ഒന്ന് ബൈക്കും. അതായത് ഫ്രീക്കന്മാരായിട്ടുള്ള 2K കിഡ്സ് എന്നൊക്കെ പറയില്ല, ആ ഒരു ടൈപ്പ് ആൾക്കാർ. എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് പോയി ഉരുണ്ട് വീഴുന്നത് പോരാണ്ട് മറ്റുള്ളവരെയും കൂടെ ഉരുണ്ട് വീഴിക്കാൻ നിൽക്കുന്ന കുറച്ച് ആൾക്കാരാണത്. ആൻഡ് ടു ബി ഓണസ്റ്റ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെയൊക്കെ വിചാരം എന്ന് വെച്ചാൽ കുറച്ച് വീലി അടിക്കുന്നത്, സ്റ്റോപ്പ് അടിക്കുന്നത്, ഓവർ സ്പീഡിൽ പോകുന്നതൊക്കെ ഭയങ്കര വലിയ ആനക്കാര്യമാണ് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ വിചാരവും. അത് പിന്നെ എന്തായാലും വിചാരം നമുക്കായിട്ട് മാറ്റി കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് തീരുമാനിക്കാം എന്ത് ചെയ്യട്ടെ എന്നുള്ളതെന്ന്. സോ നമ്മളിപ്പോൾ നിലവിൽ എന്തായാലും പെട്രോളെല്ലാം അടിച്ച് കാര്യങ്ങളെല്ലാം അടിച്ച് 10 കിലോമീറ്റർ ആറായി. എക്സാക്റ്റ് പറയുകയാണെങ്കിൽ 9.8 കിലോമീറ്റേഴ്സ്, 9.9 കിലോമീറ്റേഴ്സ്, 9.10 കിലോമീറ്റേഴ്സ്. അങ്ങനെ നമ്മൾ ഫ്യൂവൽ അടിച്ചിട്ട് ഏകദേശം 10 കിലോമീറ്റർ ഓടി. നോക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. എവറിത്തിങ് ഈസ് ഗോയിങ് സ്മൂത്ത് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. നമ്മളൊരു 60 to 70 മാക്സിമം ക്രൂസ് ചെയ്യുന്നത്. ഓ മൈ ഗോഡ്. സോ ഇതിലാണ് പോയി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അവൻ്റെ അങ്ങോട്ട് പോകാനുള്ളൊരു മൂഡില്ല. അപ്പോൾ നേരെ നമുക്കിത് മൈലേജ് ടെസ്റ്റ് തീർത്തിട്ട്, ഇന്ന് ആക്ച്വലി ഈസ്റ്ററാണ്. സോ എന്നെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. സോ ആൻഡ് ഞാനിപ്പോൾ നിലവിൽ എനിക്ക് ഈസ്റ്ററിന് നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മളെ വിളിച്ചിട്ടുണ്ട് വീട്ടിലോട്ട്. അപ്പോൾ കുറേ ദിവസമായിട്ട് അവന് കുറേ നാളായിട്ട് അവൻ വിളിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് പോയില്ലെങ്കിൽ ശരിയാകത്തില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ പരിപാടി തീർത്തിട്ട് വേണം പോകാൻ വേണ്ടി. അതുപോലെ തന്നെ വേറൊരു കാറ്റഗറി ആൾക്കാരുണ്ട്. അവരെയും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ കേരളത്തിൽ. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഇതിൽ നിന്ന് റൈറ്റിലോട്ട് തിരിയുവാണെങ്കിൽ ഇങ്ങോട്ട് നോക്കുന്ന കാര്യം അവർ മറന്നു പോകും, ലെഫ്റ്റിലോട്ട് നോക്കുന്ന കാര്യം മറന്നു പോകും, റൈറ്റിലോട്ട് നോക്കും വണ്ടി എടുക്കും. അത് പല സമയത്ത് നമ്മുടെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് പല ടൈമിലും ഇതിൻ്റെ ബ്രേക്കിംഗ് നല്ലതായതുകൊണ്ട് പിടിച്ചാൽ കിട്ടിയതുകൊണ്ട് നമുക്കിതുവരെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നേരെ പോയാൽ വണ്ടിയെ പോയി ഇടിക്കേണ്ട സിറ്റുവേഷൻസ് വരെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും ഈ ഒരു സൈഡ് ചേർന്ന് പോകുന്ന കാര്യം എല്ലാവരും മറന്നു പോകുന്നുണ്ടെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഈ വരയിലാണെന്ന് തോന്നുന്നു. ഐ തിങ്ക് എല്ലാവരും ഇപ്പം ലേണേഴ്സാണെന്ന് തോന്നുന്നു. പലരും ഈ വണ്ടി ഓടിക്കുന്ന എല്ലാവരും ലേണേഴ്സാണ്. ഇപ്പോൾ പുതുതായിട്ട് ലൈസൻസ് എടുത്തത് കേട്ടോ. എല്ലാവരും വരയോട് ചേർന്ന് പോകുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത്, ഈ ഹെവി ലൈസൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ആൾക്കാർ പറയും, നിങ്ങൾ ഈ വെള്ള വരയോട് ചേർന്ന് പോയി നോക്കി. അപ്പോൾ നിങ്ങൾക്ക് വലിയ വണ്ടി ആയതുകൊണ്ട് സൈസൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ ആദ്യമൊക്കെ. അങ്ങനെ തുടക്കക്കാരോട് പറയാറുണ്ടെന്ന് ഞാനിവിടെ കേട്ടിട്ടുണ്ട്. കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല, ഞാൻ കേട്ട കാര്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാവരും ലേണേഴ്സാണെന്ന് തോന്നുന്നു. കാറുകാരും അതുപോലെ തന്നെ പുതിയ എല്ലാവരും ലേണേഴ്സാണ്. എല്ലാവർക്കും വെള്ളവര തൊട്ടേ പോകാൻ പറ്റുള്ളൂ ഐ തിങ്ക്. കാരണം ആർക്കും ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകാൻ അറിയത്തില്ല. ആൻഡ് പതുക്കെ പോകുന്നവരാണേലും അവർക്ക് വെള്ളവരെ തൊട്ടേ പോക്ക് നടക്കുകയുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറകെ വരുന്നവൻ വേണമെങ്കിൽ എൻ്റെ പുറകെ നിന്ന് വേണേൽ പൊക്കണം, ഞാൻ മാത്രം അവിടെ ടാക്സ് അടയ്ക്കുന്നത്, ഞാൻ മാത്രമാണ് എൻ്റെ സൗകര്യത്തിന് ഞാൻ വണ്ടി ഓടിക്കോളൂ എന്ന് പറയുന്നത്. പിന്നെ എങ്ങാനും ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഒടുക്കത്തെ ഈഗോയും. എന്തിനാണ് ഗൈസ്, നിങ്ങൾ പതുക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈഡ് ചേർന്ന് പോവുക. കാരണം പുറകെ വരുന്നവനെ കയറിപ്പോകാനെങ്കിലും കുറച്ച് എളുപ്പമായിരിക്കും. വെറുതെ അതിനിടയ്ക്ക് വണ്ടി ആക്സിഡൻറ്റും കാര്യങ്ങളും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ എനിക്കത് പതുക്കെ പോകാനും ഞാൻ വണ്ടി ഓവർടേക്ക് ചെയ്ത് മോസ്റ്റ്ലി ചെയ്യുന്നൊരു കാര്യം, ഞാൻ ഈ ലെഫ്റ്റ് സൈഡ് മാക്സിമം കീപ്പ് ചെയ്തേക്കും. ഓക്കെ, കാരണം എന്താ വെച്ചാൽ കയറി പോകുന്നതിന് എളുപ്പത്തിൽ കയറി പോയിക്കോട്ടെ. അതുപോലെ കയറുന്ന ഒരു സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫാസ്റ്റായിട്ട് തന്നെ കയറി പെട്ടെന്ന് തന്നെ എൻ്റെ ലൈനിലോട്ട് തന്നെ വരും. അല്ലാതെ ഞാൻ മറ്റുള്ളവർക്കൊരു ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ പോകാറില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കുറേ വണ്ടി വരുന്നുണ്ട്, ഞാൻ മാറിക്കൊടുത്തേക്കും. ഞാൻ വേണ്ട ഈ ഒരു സൈഡ് ചേർന്നാണ് എപ്പോഴും പോകാറ്.
കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറകെ വരുന്നവനാണ്, ഇച്ചിരി എമർജൻസി ഉള്ളവനാണ്, കയറിപ്പോകാനുള്ള ഗ്യാപ്പുണ്ട്, കാര്യങ്ങളുണ്ട്. ആ സമയത്ത് ഞാൻ ഇവിടെയാണ് കയറി നിൽക്കുന്നത്. അവൻ ഓൺ അടിക്കണം, അവന് ചിലപ്പോൾ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, കാര്യങ്ങൾ. ഇതുണ്ടോ, ഇതുപോലെ ഈ വരയോട് ചേർന്ന് പോകുന്നതാണ് കറക്റ്റ്. മനസ്സിലായോ? ആ ഒരു ലെഫ്റ്റ് സൈഡ് മാക്സിമം കീപ്പ് ചെയ്തു. അപ്പോൾ ഓപ്പോസിറ്റ് വരുന്നത് കഴിഞ്ഞാൽ കൂളായിട്ട് ഓപ്പോസിറ്റ് ചെയ്തു. ഞാൻ എൻ്റെ സൈഡ് മെയിൻറ്റെയിൻ ചെയ്തു. പ്രശ്നം തീർന്നു അവിടെ. ഓൺ അടിക്കേണ്ട കാര്യമില്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ചില ആൾക്കാർ ഈ വരയെ തൊട്ടങ്ങ് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഓൺ അടിക്കാതെ വേറെ ഓപ്ഷനൊന്നുമില്ല. സോ ഏകദേശം 15 കിലോമീറ്റർ നമ്മളിപ്പോൾ പെട്രോൾ അടിച്ചിട്ട് 15.2 കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടി. ആൻഡ് ഇതുവരെ ലക്കിലി ഒരു മിസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. എവറിത്തിങ് ഈസ് ഗോയിങ് ഫൈൻ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ആൻഡ് ഞാൻ വേറെ ആരെയോ കുറ്റപ്പെടുത്തിയോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞല്ല കേട്ടോ. ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ആരെയും കുറ്റപ്പെടുത്തിയോ കാര്യങ്ങളോ പറഞ്ഞൊന്നുമല്ല. കാരണം നിങ്ങൾ ഇത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരത്തില്ല, അതുകൊണ്ടാണ് പറഞ്ഞു തന്നത്. ആൻഡ് ആ ഒരു വെള്ളവര ആക്ച്വലി ആൾക്കാർക്ക് നടക്കാനുള്ളതാണ്, അല്ലാതെ നമുക്ക് വണ്ടി കയറി ബൈക്കുകാർക്ക് ഓടിക്കാനുള്ള വഴിയല്ല. ഇത് ആക്ച്വലി നടക്കാനുള്ളതാണ്, ഇതിലാണ് നമ്മൾ വണ്ടി ഓടിക്കേണ്ടത്. ആൻഡ് അത് ഓപ്പോസിറ്റുള്ള ആൾക്കാരുടെ. സോ മാക്സിമം നമ്മൾ നമ്മുടെ സൈഡ് കീപ്പ് ചെയ്യുക, നമ്മൾ പോവുക. അല്ലാതെ നമ്മൾ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത് എന്ന് മാത്രമേ. ഓ മൈ ഗോഡ്, ഇതെന്താണ് പറ്റിയത്? ഇത്ര പെട്ടെന്നോ? 16 കിലോമീറ്റർ വണ്ടി ഓടിയല്ലോ. നീ വന്നിപ്പോൾ മൈലേജ് കുറവാണ് വരുന്നത്, എന്നെ നാണം കെടുത്തരുത് വെറുതെ. സോ 16.1 കിലോമീറ്റർ ഓടി ആൻഡ് ചെറിയൊരു മിസ്സിങ്. സോ ഗോപ്രോയ്ക്ക് അഗെയിൻ ഒരു കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ട്. ഞാനതാണ് വണ്ടിയോടെ നിർത്തിയത്. ടു ബി ഓണസ്റ്റ് ഇപ്പോൾ നിലവിൽ 17 കിലോമീറ്റർ ആയി വണ്ടി. ഫൈനലി 19 കിലോമീറ്റർ നമ്മുടെ വണ്ടി ഓടി. 1/2 ലിറ്റർ പെട്രോൾ. ഓ മൈ ഗോഡ്, നോക്കിയാൽ ഓട്ടോയുടെ സ്റ്റേജ് നോക്കിയേ. 19.1 കിലോമീറ്റർ നമ്മുടെ വണ്ടി ഓടി. അതായത് നമ്മുടെ ഡ്യൂക്ക്, അതായത് നമ്മളൊരു 60-70 റേഞ്ചിൽ പിടിച്ചിട്ട് 19 കിലോമീറ്റർ ഓടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മൈലേജ് കാൽക്കുലേറ്റ് ചെയ്യാം. ചെറുതായിട്ട് മിസ്സിങ് തുടങ്ങിയിട്ടുണ്ട്, ചെറുതായിട്ട് മിസ്സിങ് തുടങ്ങി. 19.4 ഓടിയത്. ഐ തിങ്ക് 19.5. എന്തായാലും വണ്ടി കംപ്ലീറ്റ്ലി നിന്നിട്ടില്ല, ഓടുന്നുണ്ട്. സോ ലെറ്റ് സീ നമുക്ക് എത്ര മാക്സിമം കിട്ടും. ഓക്കെ, ഓ ഷിറ്റ്, കംപ്ലീറ്റ്ലി തീർന്നു. നമുക്ക് നിർത്തി നോക്കാം ഇവിടെ എവിടെയെങ്കിലും. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സോ ഇപ്പം നിലവിൽ 19.7 കിലോമീറ്റർ ആട്ടോ വണ്ടി ഓടിയത്. ഐ തിങ്ക് ഇല്ല. ഓഹോ, അപ്പോൾ ഏകദേശം മൈലേജ് റിവീൽ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ടാവുമോ എന്നൊന്നുകൂടെ നോക്കിയേക്കാം. ഇല്ല, ഒരുപാട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കുളമാക്കുന്നില്ല. കാരണം ഒരുപാട് സ്റ്റാർട്ട് ചെയ്ത് കുളമാക്കി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. സോ നമുക്ക് കിട്ടിയ ഒരു മൈലേജാണ് 19.8 എന്ന് വെച്ചാൽ ഏകദേശം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നേരെ കാൽക്കുലേറ്റർ എടുക്കുക. 19.8 × 2 39.6 മൈലേജ് കിട്ടിയേക്കുന്നത് നമുക്കിപ്പോൾ. അതായത് നമ്മൾ ഓടിച്ചേക്കുന്ന സ്പീഡെന്ന് പറഞ്ഞാൽ ഒരു 60 to 70 per hour നമ്മൾ വണ്ടി ഓടിച്ചേക്കുന്നത്. ആ ഒരു വണ്ടിയിൽ നമുക്ക് കിട്ടിയ മൈലേജാണ് അതായത് ഈ ഒരു മൈലേജ്. ഏകദേശം നമുക്ക് 39.6 കിലോമീറ്റർ മൈലേജ് കിട്ടി. ഇത് ഞാൻ നൈറയിൽ നിന്ന് മേടിച്ച പെട്രോളാട്ടോ. ആൻഡ് ഐ തിങ്ക് ആ പെട്രോളിനേക്കാളും നല്ലത് ഈ പെട്രോളാണെന്ന് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. കാരണം ആ പെട്രോൾ കണ്ടിട്ട് തേർഡ് ക്ലാസ് പെട്രോൾ പോലെ തന്നെ എനിക്ക് തോന്നിയത്. സോ ഇത് ഏകദേശം ഒരു 2 ലിറ്റർ പെട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് പോകുന്ന വഴിക്ക് ഒരു 3 ലിറ്റർ പെട്രോളും കൂടെ ഒഴിക്കണം വണ്ടിക്കകത്ത്. ഒരുപാട് പെട്രോൾ കുറഞ്ഞ് ഓടുന്നത് അത്ര നല്ലതല്ല. ഓരോരോ ഡ്രോപ്പ് പെട്രോളാണെങ്കിൽ എക്സ്ട്രാ വീഴുന്നുമുണ്ട്. സത്യം പറഞ്ഞാൽ
ഈ മൈലേജ് ടെസ്റ്റിന് വരുന്ന തന്നെ പെട്രോൾ കുറേ നഷ്ടമാണ്. കാരണം കുറേ പെട്രോൾ നമുക്ക് വേസ്റ്റും ആവും, കാര്യങ്ങളും ആവും. ബട്ട് ഫോർ യു ഗൈസ് ഇറ്റ്സ് ഓക്കെ. പിന്നെ ഒരുത്തം പോലെ ഞാനൊരു വേസ്റ്റ് തുണി ഞാൻ കൊണ്ടുവന്നായിരുന്നു. എക്സൈസുകാരെന്തോ പിടിച്ചിട്ടുണ്ടല്ലോ, ഒന്ന് തുടച്ച് കളഞ്ഞേക്കാം. എക്സൈസുകാർ ഞാൻ വിചാരിച്ചു അവിടെ എന്നെ കണ്ടിട്ട് അങ്ങനെ ചവിട്ടിയതാണെന്ന് തോന്നുന്നു. സോ നിങ്ങൾക്ക് എന്താണ് ഈ മൈലേജിനെ കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്ത് പറയുക. സോ ഇനിയിപ്പോൾ നിലവിൽ ഇന്ന് ഈസ്റ്ററാണ്, കാര്യങ്ങളാണ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ ഈസ്റ്റർ ആയിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാനുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. സോ അവിടെ എന്തായാലും ഇന്നൊന്ന് പോകണം. ഇന്ന് പോയില്ലെങ്കിൽ ശരിയാകത്തില്ല, അവിടെ എന്തായാലും പോകണം. അതുപോലെ തന്നെ പെട്രോൾ ഒഴിച്ചതിന് ശേഷം വണ്ടി ഫസ്റ്റ് സ്റ്റാർട്ടിൽ തന്നെ സ്റ്റാർട്ടും ആവും കേട്ടോ. വേറെ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല. കണ്ടില്ലേ, ലോ ഫ്യൂവൽ എന്ന് പറഞ്ഞാണ് വരുന്നത്. സോ നമുക്കിനി അടുത്ത നിയറസ്റ്റ് പമ്പിൽ കയറുക, ഒരു 2-3 ലിറ്ററും കൂടെ പെട്രോൾ എന്തായാലും അടിക്കണം. കാരണം ഞാൻ ഒരുപാട് പെട്രോൾ കൊഴിഞ്ഞ് ഓടിക്കുന്ന ഒരു ടൈപ്പല്ല. എങ്ങനെ ഉണ്ടായിരുന്നു മൈലേജ് ടെസ്റ്റ് കാര്യങ്ങളെന്നുള്ളത് നിങ്ങൾ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്ത് പറയുക. ചെറിയൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എൻജിൻ വാർണിംഗ് ലൈറ്റ് കത്തിയിരിക്കുവാണ്. അത് നിലവിൽ പെട്രോൾ ഒഴിച്ചിട്ട് ഇതാവുന്നില്ല. സോ ഞാൻ എന്തായാലും നിലവിൽ ചെന്നിട്ട് ഒരു 3 ലിറ്റർ പെട്രോളും കൂടെ ഒഴിച്ച് നോക്കട്ടെ എങ്ങനെയാണത് കെടുവോ ഇല്ലയോ എന്ന്. എന്തായാലും നോക്കിയിട്ട് ഞാൻ പറയാം എങ്ങനെയാണെന്നുള്ളത്. റിലയൻസിൻ്റെ മുമ്പിൽ കയറിയാണ് ഞാൻ പെട്രോൾ അടിച്ചത്. ഇവിടെ 1 രൂപ കുറവുണ്ട് കേട്ടോ. ആക്ച്വലി ഞാനിവിടെ കൂത്താറുള്ളത് വെച്ചാണ് പമ്പിൽ നിന്നാണ് അടിച്ചത്. ആൻഡ് 1 രൂപ ഡിഫറൻസ് ഉണ്ട്. ഇവിടെ പമ്പിൽ 1 രൂപ കുറവാണ്. സോ ഈ വീഡിയോ കാണുന്ന ഡ്യൂക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഡ്യൂക്ക് മേടിക്കാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് കമൻറ്റ് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നിലവിൽ എനിക്ക് വേറൊരു പ്രോഗ്രാമും കൂടി ഉണ്ട്. ഒരു ചെറിയൊരു പ്ലാനിങ്ങിലാണ്, വർക്കൗട്ടിലാണ്. അപ്പോൾ അത് നിലവിലാകുവാണെന്നുണ്ടെങ്കിൽ വേറെ കുറച്ച് അപ്ഡേറ്റ്സ് വരുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഈ മൈലേജ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് കമൻറ്റ് ചെയ്ത് പറയുക. അതുപോലെ തന്നെ ഈ ഒരു മൈലേജിൽ നിങ്ങളൊരു ഡ്യൂക്ക് 200 ഓണറാണ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഡ്യൂക്ക് 200 എടുക്കാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ മൈലേജിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ, അല്ലെങ്കിൽ ഈ മൈലേജ് മതിയോ ഈ വണ്ടിക്ക് എന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്ത് പറയുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ മാക്സിമം കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്, ആൾക്കാർ കൂടുതൽ പേര് നല്ലപോലെ കാണുന്നുമുണ്ട്, എടുക്കുന്നുമുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുമെന്ന് ഞാൻ കരുതുന്നു. സോ എന്തായാലും നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം. സോ ഫ്രണ്ടിൽ പോകുന്ന ഇന്നോവ ഉണ്ടോ, ആ ഇന്നോവയുടെ പുറകിലത്തെ 2 ടയറിൻ്റെ സെൻറ്റർ നൂല് തെളിഞ്ഞാണ് ഇരിക്കുന്നത്. നൂല് തെളിഞ്ഞ ഇത്രയും ചൂട്, ആ ചൂടിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ നൂല് തെളിഞ്ഞ ഒരു ടയറുമായിട്ട് പോകുമ്പോൾ ആരെങ്കിലും ഈ വീഡിയോ കണ്ട് ആ ഇന്നോവക്കാരനെ അറിയാമെങ്കിൽ ഒന്ന് അലർട്ട് ചെയ്തിട്ട് ആ ടയറൊന്ന് മാറാൻ പറയുക. സോ അങ്ങനെ ഫൈനലി മൈലേജ് ടെസ്റ്റ് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു. പക്ഷേ ഇപ്പോഴും സ്റ്റിൽ നമ്മളിപ്പോൾ ഇത്രയും ഫ്യൂവൽ അടിച്ചിട്ട് ശേഷവും വണ്ടിയുടെ മറ്റേ ചെക്ക് ലൈറ്റ് കാണിക്കുന്നുണ്ട്. അതെന്തായാലും ഞാൻ ഷോറൂമിൽ വിളിച്ച് ചോദിക്കാം എന്താണെന്നുള്ള സംഭവം എന്നുള്ളത്. ഇനി നമ്മൾ വണ്ടിയുടെ പെട്രോൾ കുറഞ്ഞു പോയിട്ട് ഒരുപാട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു, അതിൻ്റെ ആണോ എന്നറിയില്ല. ലുക്ക്, ഞാൻ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇവനും വരും. ദിസ് ഈസ് വിസ്കി. വിസ്കി കുട്ട ഒരു ഹായ് പറഞ്ഞ് ദിസ് ഈസ് വിസ്കി. ഇത് അവിടെ മിൽക്കി ഓടി വരുന്നുണ്ട്. മിൽക്കി ബാ, മിൽക്കി ബാടി, മിൽക്കി കുട്ടി. രണ്ടിനും ക്യാമറയ്ക്ക് ഭയങ്കര ഇതാണ്. എന്താ സംഭവം, അവൾക്ക് എല്ലാം തിന്നാനുള്ളതാണെന്ന് അറിയാൻ വേണ്ടിയാണ്. ഇതാണ് മിൽക്കി, മറ്റാണ് വിസ്കി. മിൽക്കി കുട്ടി ഒരു ഹായ് പറഞ്ഞ്. സോ ഇത് രണ്ടും വീട്ടിലെ പെറ്റ്സാണ്. ഇപ്പോൾ തൽക്കാലം ഇതേ ഉള്ളൂ. സോ അങ്ങനെ ഫൈനലി നമ്മൾ വീടെത്തി. ആൻഡ് ദ മൈലേജ് ഈസ് റിയലി ഓസം. 39.6. ഇറ്റ്സ് ഓസം. സോ ഞാനും ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത്രയും മൈലേജ് കിട്ടും, കാര്യങ്ങൾ സിറ്റിയിൽ കിട്ടുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. ആൻഡ് ഈവൻ ഐ ആം സർപ്രൈസ്ഡ്. അപ്പോൾ ഡ്യൂക്ക് 200ൻ്റെ മൈലേജ് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. സോ ഹോപ്പ്ഫുള്ളി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ചെറിയൊരു ബൈ. സോ പലരും കാണുന്നുണ്ട്, വീഡിയോ 10-25,000 പേര് കാണുന്നുണ്ടെങ്കിൽ പോലും വളരെ ചുരുക്കം ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ. സോ അതുകൊണ്ട് എല്ലാവരുടെ ഒരു റിക്വസ്റ്റാണ്, എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കാണുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അത് മറക്കരുത്. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ചെറിയൊരു ബൈ. സീ യു സൂൺ.